അപ്പോൾ ഇന്നത്തെ പ്രോബ്ലം ഇതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഓർമ്മയുണ്ടാവും. ടെൻഷൻ ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ടെൻഷൻ ഓഫ് എ സ്ട്രിങ്. കോണ്ടാക്ട് ഫ്ലക്സിന്റെ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. സ്ട്രിങ്ങിന്റെ ടെൻഷൻ, ഫ്രിക്ഷൻ, അതുപോലെ വിസ്കോസിറ്റി പറഞ്ഞു. എന്നിട്ട് ടെൻഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ഒരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തത്. എഴുതിക്കോളൂ. ഡാംഗ്ലിംഗ് റോപ്പ്, അതൊരു ഹെഡിങ് പോലെ. അപ്പം അതിന് ഇതാണ് പ്രോബ്ലം. അതാണ് എ യൂണിഫോം റോപ്പ് ഓഫ് മാസ് ക്യാപിറ്റൽ എം. ശ്രദ്ധിക്കുക, റോപ്പിന് മാസ് ഉണ്ട് എം, ലെങ്ത് ക്യാപിറ്റൽ എൽ, hangs from the limb of a tree. Find the tension in the rope at distance x from the bottom. അതാണ് ഫിഗർ ഇവണാണ്. റോപ്പ് ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഒരു മരത്തിന്റെ കൊമ്പിൽ ആണ് കെട്ടി നിൽക്കുന്നത്. ആ റോപ്പ് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നു. വേറെ ഇതിന് എക്സ്ട്രാ മാസ് കൊടുത്തതൊന്നും ഇവിടെ പ്രത്യേകിച്ച് അവിടെ പറയുന്നൊന്നുമില്ല. ആ റോപ്പ് ജസ്റ്റ് ഹാങ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അതിന്റെ ടോട്ടൽ ലെങ്ത് ക്യാപിറ്റൽ എൽ ആണ്. ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം ആണ്. ചോദ്യതാണ്. അപ്പം ഇതാണ് നമ്മൾ ഒറിജിൻ ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് എബോ ഈ ഒരു പോയിന്റിൽ ഫീൽ ചെയ്യുന്ന ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്താണ് എന്നതാണ് ചോദ്യം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് ഡയഗ്രം ഒക്കെ വരച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോ ലെറ്റ് ഈ സെക്ഷൻ നമ്മൾ കാണുന്ന ഈ സെക്ഷൻ ഉദ്ദേശിച്ച് നമ്മൾ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഫോഴ്സ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് ആ സ്ട്രിങ്ങിന്റെ ഒരു സെക്ഷൻ മാത്രം വരയ്ക്കുന്നു. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടില്ല, ഈ എക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം, ഇവിടുന്ന് ഇത്ര ലെങ്ത് ഉള്ള എക്സ് ലെങ്ത് ഉള്ള ആ ഭാഗം മാത്രം വരക്കുന്നു. ഇതില് നിങ്ങൾ നേരത്തിന് ജോയിൻ ചെയ്യുന്നില്ലല്ലോ, എന്താണ് ഇങ്ങനെ വൈകുന്നത്? അപ്പോ ഇതാണ് സെക്ഷൻ. അതിന്റെ ലെങ്ത് എക്സ് ആണ്. ഇപ്പൊ ഇനി ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് അതിന്റെ മാസ് ഡബ്ല്യു താഴോട്ടുണ്ടാവും, ടെൻഷൻ ഫോഴ്സ് മുകളിലോട്ടുണ്ടാവും. അപ്പൊ അവിടെയുള്ള ടെൻഷൻ നമ്മൾ ടി ഓഫ് എക്സ് എന്നാണ് എഴുതുക. കാരണം ടെൻഷൻ ത്രൂ ഔട്ട് ഒന്നാവില്ല. ഇവിടെ ഓരോ ഭാഗം എടുക്കുകയാണെങ്കിൽ അതിന്റെ ടെൻഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ ഉള്ള ടെൻഷൻ ആവില്ല മുകളിൽ ഉണ്ടാവുക ഓരോ ഭാഗത്ത്. അതുകൊണ്ടാണ് ടി ഓഫ് എക്സ്. അത് ടെൻഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. അതുകൊണ്ടാണ് ടി ഓഫ് എക്സ് ഇടാൻ കാരണം. അപ്പോൾ ഫോഴ്സ് ഡയഗ്രം ഇതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നു. ലെറ്റ് ദി സെക്ഷൻ ഈസ് pulled up by a force of magnitude T of x. അപ്പം ഈ സെക്ഷൻ അതിന് ഫീൽ ചെയ്യുന്ന ടെൻഷൻ പുള്ളിംഗ് ഫോഴ്സ്, മുകളിലേക്കുള്ള പുള്ളിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ പുള്ളിംഗ് ടെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ടി ഓഫ് എക്സ് ആണ്. ടി ഓഫ് എക്സ് എഴുതാൻ കാരണം ടി ഓഫ് എക്സ് ഈസ് ടെൻഷൻ അറ്റ്, മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് ചെയ്താന്നുള്ളൂ, ടെൻഷൻ അറ്റ് എക്സ് ആണ് ടി ഓഫ് എക്സ്. ഈ ഡൗൺവാർഡ് ഫോഴ്സ് എന്താണ്? ഈ സെക്ഷന് ഫീൽ ചെയ്യുന്ന ഡൗൺവാർഡ് ഫോഴ്സ് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് ആണ്. അപ്പം ഡൗൺവാർഡ് ഫോഴ്സ് ഓൺ ദി സെക്ഷൻ is its weight. ശ്രദ്ധിക്കുക, യൂണിഫോം റോപ്പ് എന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ യൂണിഫോം റോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ് ത്രൂ ഔട്ട്. അപ്പം നമ്മൾ ഓരോ ഭാഗത്ത്, അതായത് ഡെൻസിറ്റി യൂണിഫോം എന്നാണ് അതിന്റെ അർത്ഥം. മാസ് ഡെൻസിറ്റി യൂണിഫോം ആണ്. അപ്പം മാസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ്. അതുകൊണ്ടാണ് യൂണിഫോം റോപ്പ് ഓഫ് മാസ് എം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ
ഈ ഒരു സെക്ഷന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? W will be equal to M. അപ്പം ടോട്ടൽ മാസ് എന്താണ്? ഞാൻ എഴുതിക്കാം, ടോട്ടൽ മാസ് ഓഫ് ദി റോപ്പ് equal to capital M ആണ്. മാസ് ഓഫ് യൂണിറ്റ് ലെങ്ത് will be equal to capital M by L ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടാവും. ടോട്ടൽ മാസ് ഓഫ് ദി റോപ്പ് പറഞ്ഞാൽ റോപ്പ് ഓഫ് ലെങ്ത് L ആണ്. ടോട്ടൽ മാസ് ഓഫ് റോപ്പ് ഓഫ് ലെങ്ത് L എന്ന് വേണമെങ്കിൽ എഴുതിയേക്കാം. ലെങ്ത് ക്യാപിറ്റൽ L ഈക്വൽ ടു ക്യാപിറ്റൽ M ആണ്. മാസ് ഓഫ് യൂണിറ്റ് ലെങ്ത്തിന്റെ മാസ് M by L ആണ്. അപ്പോൾ മാസ് ഓഫ് സെക്ഷൻ ഓഫ് ലെങ്ത് X will be equal to M by L into X. വെയിറ്റ് ആണ് അത് ഇൻറ്റു G. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദാറ്റ് സെക്ഷൻ. മാസ് ഓഫ് ദാറ്റ് സെക്ഷൻ ഈസ് M by L into X into G. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, mg X by capital L. ഇതാണ് വെയിറ്റ്. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിൽ നോക്കാം, ഈ സെക്ഷന് ഫീൽ ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഹാങ് ചെയ്ത് നിൽക്കുകയാണ്, അതിന് വേറെ മൂവ്മെന്റ് ഒന്നും ഇല്ല എന്നതിന്റെ അർത്ഥം അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്താണ്? 0 ആണ്. അപ്പം ദി ടോട്ടൽ ഫോഴ്സ് ഓൺ ദി സെക്ഷൻ is 0 since it is at rest. Therefore the force equation is എന്തായിരിക്കും? നമ്മൾ സാധാരണ എടുക്കുന്ന വരിനെ മുകളിലേക്ക് പോസിറ്റീവും താഴോട്ട് നെഗറ്റീവ് ആണെങ്കിൽ T of X മൈനസ് W ഈക്വൽ ടു M ആണ്. അപ്പം ഫോഴ്സ് 0 ആയതുകൊണ്ട് M എന്നിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? 0 എന്ന് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആയിരിക്കും. Therefore T of X equal to W or T of X equal to M G into X by L. അപ്പൊ ഇതിന് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പൊ ഇതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ റോപ്പിന്റെ ബോട്ടം നോക്കാം. റോപ്പിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് സ്റ്റാർട്ട് ചെയ്ത്, ശരിക്കും നമ്മളെ ആക്സിസ് ഇങ്ങനെ പോകുന്നത്, എക്സ് ആക്സിസ് മുകൾക്കാണ് നമ്മളെടുത്ത്. മുകൾക്ക് എടുക്കുമ്പോൾ ഇവിടെ 0 ആണ്, ഇത് 0 ആണ്, ഈ പോയിന്റ് 0 ആണ്, എക്സ് 0 ആണ് ഈ പോയിന്റ്. ഇതാണ് എക്സ് ആക്സിസ് മുകളിലോട്ടാ പോകുന്നത്. അപ്പം ബോട്ടം ഓഫ് ദി റോപ്പ് പറഞ്ഞാൽ അറ്റ് ദി ബോട്ടം ഓഫ് റോപ്പ് എക്സ് എന്താണ്? ബോട്ടം ഓഫ് ദി റോപ്പ് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ആണ്. ബോട്ടം ഓഫ് ദി റോപ്പ് എക്സ് 0 ആണ്. അപ്പൊ ടി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആയിരിക്കും. എം ജി ഇൻറ്റു 0 ആണ്. അപ്പം ടി ഓഫ് 0 ഈക്വൽ ടു 0. അപ്പം അറ്റ് ദി ബോട്ടം ഓഫ് ദി റോപ്പ് എന്താണ്? ടെൻഷൻ ഈസ് 0 ആണ്. അതായത് ഈ ഒരു എൻഡില്, ഏറ്റവും ലാസ്റ്റ് എൻഡില് ഫീൽ ചെയ്യുന്ന ടെൻഷൻ 0 ആണ്. അതാണ് ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ്. അതേസമയം അറ്റ് ദി ടോപ്പ് എന്താണ്? ഈ ഒരു പോയിന്റ് നമ്മൾ കെട്ടി നിൽക്കുന്ന ബാക്കി ഇത് നമ്മൾ ടോട്ടൽ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്ന അതാണ് ടോട്ടൽ ലെങ്ത്. അതാണ് ക്യാപിറ്റൽ L ആക്കിയത്. അറ്റ് ദി ടോപ്പ് എക്സ് ഈക്വൽ ടു L ആണ്. Therefore T equal to mg. കാരണം x equal to L ആണ്. L by L ആവുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി, പിന്നെ mg. That is total weight of the rope. mg എന്ന് പറഞ്ഞാൽ total weight of the rope അല്ലേ? Of the
റോപ്പാണ്. അത് പ്രാക്ടിക്കലി നമ്മൾ ആലോചിച്ചാൽ കറക്റ്റ് തന്നെയാണ്. അതായത് ഇവിടെ ഫീൽ ചെയ്യുന്ന ഫോഴ്സ് പറഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് കാരണം ഇത് താഴോട്ടൊരു വലി ഉണ്ടാവും. അപ്പം ഈ റോപ്പിന്റെ ടോട്ടൽ വെയിറ്റ് കാരണം താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ടാവും. അപ്പൊ ആ പുള്ളിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന അതാണ് ഇവിടുത്തെ ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവും ഇവിടുത്തെ എൻഡിൽ. അതുകൊണ്ടാണ് അത് പൊട്ടാതെ നിൽക്കുന്നത്. ആ ടെൻഷൻ ഫോഴ്സ് അവിടെ അതിനെ ബാലൻസ് ചെയ്ത് നിൽക്കാവുന്ന ടെൻഷൻ ഫോഴ്സ് അവിടെ ഇല്ലെങ്കിൽ പൊട്ടി വീഴേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ടോപ്പിൽ കാണുന്ന ഏറ്റവും ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന എന്താണ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി റോപ്പിന് തുല്യമായിരിക്കും മാഗ്നിറ്റ്യൂഡ് വൈസ്. ഇവിടെ ഈ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ മാസ് ഇല്ല, പിന്നെ ഹാങ് ചെയ്ത് നിൽക്കാൻ പിന്നെ ഈ ഒരു സെക്ഷൻ എടുത്താൽ പിന്നെ ഒരു സെക്ഷൻ ആക്കിയില്ല, ഒരു പോയിന്റ് ആണ്. അവിടെ ഒരു മാസ് പ്രത്യേകിച്ച് മാസ് ഒന്നുമില്ല, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഫോഴ്സ് ഇല്ല. സ്വാഭാവികമായിട്ടും മുകൾക്ക് ടെൻഷൻ ഫോഴ്സ്. അപ്പം റോപ്പിന്റെ എൻഡ് ഒരു ഹാങ് ചെയ്ത് നിൽക്കുന്ന റോപ്പിന്റെ എൻഡ് നിങ്ങൾക്ക് എടുത്താൽ തന്നെ മനസ്സിലാവും. സാധാരണ നമ്മൾ പ്രാക്ടിക്കലി ഫിസിക്കലി ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും റോപ്പിന്റെ ഇങ്ങേ എൻഡിന് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഫീൽ ചെയ്യില്ല. മാസ് ഉണ്ടെങ്കിൽ പോലും ഈ റോപ്പിന് മാസ് ഉണ്ടെങ്കിലും ഈ എൻഡിന് എന്തുണ്ടാവില്ല, ടെൻഷൻ ഫീൽ ചെയ്യും. അതാണ് അപ്പം ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുന്നു. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം, വേർലിംഗ് റോപ്പ്. വേർലിംഗ് റോപ്പ് ഇതുപോലെ ഒരു സിമിലർ കേസ് നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്തിരുന്നു. പക്ഷെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഒരു റോപ്പ് ഇങ്ങനെ ഉണ്ട്, ഇവിടെ മാസ് പിടിപ്പിച്ച അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇവിടെ ഒരു മാസ് ഉണ്ട്, ഈ റോപ്പിന് മാസ് ഇല്ലായിരുന്നു. നമ്മൾ മുമ്പ് ഡീൽ ചെയ്ത പ്രോബ്ലത്തിൽ റോപ്പ് മാസ്ലെസ് ആണ്, മാസ്ലെസ് റോപ്പിന്റെ എൻഡിൽ സം മാസ് എം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇനി പ്രോബ്ലം നോക്കാം. യൂണിഫോം റോപ്പ് ഓഫ് മാസ് എം, യൂണിഫോം റോപ്പാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഓഫ് മാസ് ക്യാപിറ്റൽ എം എഴുതിക്കോളൂ. And length capital L is pivoted at one end. അതാണ് pivoted at ആണ് ഇവിടെ പിടിപ്പിക്കപ്പെട്ടു, അതാണ് pivoted at one end and whirls in an horizontal plane with angular speed omega. Horizontal plane എന്ന് പറഞ്ഞാൽ മുമ്പ് ആരോ ഒരു സംശയം ചോദിച്ചിരുന്നത് എന്താണ് ഈ horizontal vertical എന്നുള്ളത്. അതൊന്നുമില്ല, ഭൂമിക്ക് horizontal ആയിട്ട് കറങ്ങും, അതാണ് അവിടെ horizontal plane എന്ന് ഉദ്ദേശിച്ചത്. നമ്മളെ എർത്തിന്റെ സർഫസിന് horizontal ആയിട്ട്. Hence and whirls in a horizontal plane with constant angular speed omega. What is the tension in the rope at distance r from the pivot? അതായത് ഈ എൻഡിൽ ഇല്ലെന്നല്ല പറഞ്ഞത്, ഈ റോപ്പിന്റെ ഈ എൻഡിൽ കാണുന്ന ഫോഴ്സ് എന്നല്ല പറഞ്ഞത്. കാരണം ഈ ടെൻഷൻ വേരിയിങ് ആണ് വിത്ത് ആർ. അതുകൊണ്ടാണ് ഈ ചോദ്യം പ്രത്യേകം പറഞ്ഞത് വാട്ട് ഈസ് ദി ടെൻഷൻ ഇൻ ദി റോപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി പിവോട്ട്. നമ്മൾ ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള ടെൻഷൻ ആണ് കാണുന്നെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ അതാണ് ആ ചോദ്യം. അപ്പം ഈ ഒരു പോയിന്റിൽ ഉള്ള ടെൻഷൻ എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓ ടെക്സ്റ്റിൽ ഇത് ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് ഈ പിന്നെ മെക്കാനിക്സിലെ പ്രോബ്ലത്തിൽ എങ്ങനെ ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും ഉപയോഗപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടെ ആണ് ഇവിടെ ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ നമ്മളുടെ റിയൽ ലൈഫിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നൊരു പരിചയപ്പെടുത്തലും കൂടി ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാം ഇതിൽ ഓരോ പോയിന്റിലും ഫീൽ ചെയ്യുന്ന ടെൻഷൻ വേറെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ശരിക്കും ചെയ്യണം എന്താ വെച്ചാൽ പിന്നെ ഈ ഒരു റോപ്പിനെ സ്മാൾ പീസുകളായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പം ഈ റോപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു സെഗ്മെന്റ് ഇവിടെ ഒരു സെഗ്മെന്റ്, ഈ സെഗ്മെന്റ്, അങ്ങനെ ഒരുപാട് സെഗ്മെന്റുകളായിട്ട് വളരെ മൈന്യൂട്ട് സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഗ്മെന്റിനുള്ള ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ സമ്മപ്പ് ചെയ്യാം. അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യും, ഇന്റഗ്രേഷന്റെ ഡിഫറൻഷിയേഷന്റെ ഒരു പിന്നെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏതെങ്കിലും ഒരു സെഗ്മെന്റ് എടുക്കും, ഒരു സിംഗിൾ സെഗ്മെന്റ്. ആ സെഗ്മെന്റിന് ഫീൽ ചെയ്ത ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ടോട്ടൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ നമ്മൾ ജസ്റ്റ് ടോട്ടൽ കാണുന്നില്ല, നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ പോയിന്റിൽ കാണുന്ന ടി ഓഫ് ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ.
പക്ഷെ നമുക്ക് ടോട്ടൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടോട്ടലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടും. പ്രോബ്ലം ഇത്രേ ഉള്ളൂ. സം പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ വാട്ട് വിൽ ബി ദി ടെൻഷൻ. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ രണ്ട് സെക്ഷൻ ഒരു ആ ഭാഗത്തിലെ ഇനി നോക്കാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എടുത്ത പോലെ തന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വെർട്ടിക്കലായിട്ട് ഹാങ് ചെയ്തായിരുന്നു, ഇവിടെ ഹൊറിസോണ്ടലാണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മൾ എടുത്തത് ഒരു സ്മാൾ സെക്ഷൻ. ഇതൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയാണ് ഇത്ര വലുതായിട്ട് വരക്കുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും എടുക്കുക വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സെക്ഷൻ എടുക്കുക. നമുക്കത് വിസിബിൾ ആവാൻ വേണ്ടി മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു കുറച്ചും കൂടി ബിഗർ സെക്ഷൻ എടുത്തു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഇവിടെ നമ്മൾ എടുക്കുന്നത് എഴുതിക്കോളൂ. Consider the small section of the rope between R and R plus delta R. ഇതാണ് R, ഈ ഡിസ്റ്റൻസ് R plus delta R. അതായത് ഡെൽറ്റ R ആണ് ഇതിന്റെ സെക്ഷന്റെ ലെങ്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അത്ര ഒരു ലെങ്ത്തിലാണ് നമ്മൾ എടുത്തത്, ഡെൽറ്റ ആർ ലെങ്ത്തിൽ. അപ്പം ദി സെക്ഷൻ ലെങ്ത് ഈസ് ദി ലെങ്ത് ഓഫ് ദി സെക്ഷൻ. എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെൽറ്റ ആർ ആണ്. മാസ് ഓഫ് ദി സെക്ഷൻ, മാസ് ഓഫ് ദിസ് സെക്ഷൻ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൽ. അപ്പം മാസ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടി, അതിന് ഇൻറ്റു ഡെൽറ്റ ആർ ആണ് മാസ് ഓഫ് ദി സെക്ഷൻ. അതിനെ വേണമെങ്കിൽ ഡെൽറ്റ എം എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. ഡെൽറ്റ എം ഈക്വൽ ടു മാസ് ഓഫ് ദി സെക്ഷൻ, ഡെൽറ്റ എം ഈക്വൽ ടു ക്യാപിറ്റൽ എം ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ആർ. അപ്പൊ ഇനി നോക്കാം, ഇതുപോലത്തെ കേസ് നമ്മൾ മുമ്പ് സോൾവ് ചെയ്തത് നിങ്ങളുടെ ധാരണയിൽ വേണം. സർക്കുലർ മോഷൻ ആണ്. നേരത്തെ സർക്കുലർ മോഷൻ ഇല്ല, ജസ്റ്റ് ലീനിയർ ഫോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ മുമ്പത്തെ പ്രോബ്ലത്തിൽ. സർക്കുലർ മോഷനാണ്. ഇതിൽ തന്നത് നോക്കാം, കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡാണ്. കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടാവില്ല. കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡിലാണെങ്കിൽ എന്തുണ്ടാവില്ല, ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഇവിടെ ഗ്രാവിറ്റി നെഗ്ലക്ട് ചെയ്യാൻ കൂടി പറഞ്ഞിട്ട് അതിന്റെ കൂടെ അതും കൂടി മനസ്സിലാക്കി വെക്കുക. കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പൊ റേഡിയൽ ആക്സിലറേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. വേണമെങ്കിൽ നമുക്ക് മുമ്പ് ചെയ്ത പോലെ ടാൻജൻഷ്യൽ എടുത്തിട്ട് അതിൽ ആർ ഡോട്ടും തീറ്റ ഡോട്ട് ഒക്കെ 0 ആവുന്നത് അങ്ങനെയൊക്കെ എടുത്ത് ചെയ്താൽ, നമ്മളത് ചെയ്യുന്നില്ല. ഇവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് പറഞ്ഞു പോകാം. അപ്പം കാരണം നിങ്ങൾ ഒരുപാട് പ്രോബ്ലം ഇതുപോലെ ചെയ്തുകൊണ്ടാണ് ഞാൻ നേരിട്ട് അതിലേക്ക് പോകുന്നത്. അപ്പം ബിക്കോസ് ഓഫ് ഇറ്റ്സ് സർക്കുലർ മോഷൻ the section will have radial acceleration. Actually വേണമെങ്കിൽ എഴുതിക്കോളൂ, there is no tangential acceleration since omega is a കോൺസ്റ്റന്റ്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഫോഴ്സ് ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും, റേഡിയൽ പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും. അപ്പൊ ഇനി നോക്കാം, ഈ സെക്ഷനിൽ ഫീൽ ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ. ഈ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഫിഗർ മുമ്പും വരച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മ ഉണ്ടാവും കരുതുന്നു. ഈ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഇവിടെ അല്ല, ഈ സെക്ഷന്റെ ഇപ്പുറം കുറെ മാസ് ഉണ്ട് അല്ലെ, ഈ മാസ് ഇങ്ങോട്ട് കാണിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ റിമെയിൻ ചെയ്യുന്ന ഈ മാസ് ഈ സെക്ഷൻ അങ്ങോട്ടും പുൾ ചെയ്യുന്നുണ്ടാവും. അതായത്
ഇവിടെ ഈ കാണുന്ന ഈ ഒരു സെക്ഷൻ, അതായത് ഈ ഒരു ഷെയ്ഡഡ് അല്ലാത്ത ഈ പോർഷൻ, ഇത് ഷെയ്ഡഡ് പോർഷൻ ആണ്. നമ്മളെ സെക്ഷൻ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് പോർഷൻ ആണ്. ഇവിടെ റിമെയിൻ ചെയ്യുന്ന റൈറ്റ് ഹാൻഡിൽ റിമെയിൻ ചെയ്യുന്ന ഈ പോർഷൻ എന്ത് ചെയ്യും, ഈ സെക്ഷൻ അങ്ങോട്ട് പുൾ ചെയ്യും. അതേസമയം ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഉള്ള ഈ ഒരു ഭാഗം എന്ത് ചെയ്യും, ഇങ്ങോട്ടും പുൾ ചെയ്യും. അപ്പോൾ ഔട്ട്വാർഡ് ഫോഴ്സ് ഇങ്ങോട്ടുണ്ടാവും, ഇൻവാർഡ് ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പം അതും കൂടെ എഴുതിക്കോളൂ. The inward force on section, the inward force on the section equal to T of R. ഇവിടെ R ആണല്ലോ, ഇവിടുത്തെ കോർഡിനേറ്റ് R ആണ്, ഇവിടുത്തെ കോർഡിനേറ്റ് R plus delta R ആണ്. So inward section is inward force of the section is T of R. ഫോഴ്സ് ഡയഗ്രാം ഞാൻ കാണിച്ചില്ലല്ലേ. ഇതിന്റെ കൂടെ ഫോഴ്സ് ഡയഗ്രാം ഇതാണ് ഉദ്ദേശിച്ചത്. ഇതാണ് ആ ഫോഴ്സ് ഡയഗ്രാം. ആർ ക്യാപ്പ് പറഞ്ഞാൽ ഔട്ട് സൈഡ് ആണ് നമ്മൾ എടുക്കുക സാധാരണ പോളാർ കോർഡിനേറ്റിൽ. പിന്നെ റേഡിയലി ഔട്ട്വാർഡ് ആണ് ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ. അപ്പൊ ടി ഓഫ് ആർ ആണ് ഇൻവാർഡ് ഫോഴ്സ്. ഔട്ട്വാർഡ് ഫോഴ്സ് ഓഫ് ദി സെക്ഷൻ, outward force of the section equal to T of R plus delta. T of R plus delta R കേട്ടോ, ഇതൊക്കെ R ആണ്. T of R plus delta R. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ ഇക്വേഷൻ ഓഫ് മോഷൻ ചെയ്ത, അതായത് ടി ഓഫ് ആർ പ്ലസ് ഡെൽറ്റ ആർ മൈനസ് ടി ഓഫ് ആർ വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് ദി സെക്ഷൻ ഇൻറ്റു എ ആർ. റേഡിയൽ പാർട്ട് മാത്രം എടുത്താൽ മതി. അപ്പോ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദി സെക്ഷൻ, ഇക്വേഷൻ ഓഫ് മോഷൻ for the section, that will be outward adida T of R plus delta R minus T of R. outward positive ആണ്, inward ആകുമ്പോൾ നെഗറ്റീവ് വരും. അതാണ് T of R plus delta R minus T of R into mass of the section എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എം ആണ്. പിന്നെ നമ്മളെ ഫോം നമുക്കറിയാം, R double dot minus R theta dot square. അതാണ് നമ്മളെ ഇക്വേഷൻ. ഇത് ശരിക്കും എന്താണ്, ഡെൽറ്റ എം എ ആർ എന്ന് പറഞ്ഞ ഭാഗമാണ്. എ ആർ ആണ് ശരിക്ക്. ഡെൽറ്റ എം എ ആർ പ്ലസ് എ തീറ്റ ഉണ്ടാവും. എ തീറ്റ 0 ആണ്, കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി മൂവ് ചെയ്യുന്നുണ്ട്. എ തീറ്റ 0 ആണ്. അപ്പം ഡെൽറ്റ എം ഇൻറ്റു എ ആർ പ്ലസ് എ തീറ്റ ആണ് വരിക. എ തീറ്റ 0 ആയി പോയി. എ ആർ എന്ന് പറഞ്ഞ കോമ്പണന്റ് ആണ് R double dot minus R theta dot square. അപ്പോ R double dot നമുക്കറിയാം, R ഇത് റോപ്പ്, അതിന്റെ എന്താണ് ലെങ്ത്, ഈ ഒരു R കൂടുന്നില്ല, ഒരു കോൺസ്റ്റന്റ് ലെങ്ത്തിലുള്ള സംഗതിയാണ്. ഇതിൽ R കൂടുന്നില്ല. അപ്പം നമുക്കറിയാം R is a constant ആണ്. therefore R dot equal to 0 ആണ്. implies R double dot equal to 0 ആണ്. അപ്പം ഇനി ഇക്വേഷൻ 1 എന്ന് ഇടുകയാണെങ്കിൽ 1 implies T of R plus delta R minus T of R equal to minus ഡെൽറ്റ എമ്മിന് നമ്മൾ ആൾറെഡി എടുത്തത് ചെയ്ത എം ആർ പ്ലസ് ബൈ എൽ. സോറി, ഈ ആറ് ഇവിടുത്താണ്. അപ്പം നമ്മൾ പിന്നെ ഡെൽറ്റ എം പറഞ്ഞാൽ എം ഇൻറ്റു ഡെൽറ്റ ആർ, ഇതാണ് ഡെൽറ്റ എം. എം ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ക്യാപിറ്റൽ എൽ ആണ് ഡെൽറ്റ എം. ഇൻറ്റു മൈനസ് നമ്മൾ ആൾറെഡി ഇട്ടു ആർ ഇൻറ്റു തീറ്റ ഡോട്ട് ഇക്വൽ ടു ഒമേഗയാണ്. അപ്പം തീറ്റ ഡോട്ട് സ്ക്വയർ ആകുമ്പോൾ ആർ ഒമേഗ സ്ക്വയർ. അല്ലെങ്കിൽ ഒന്ന് മാറ്റി എഴുതിയാൽ can be written as minus m r square
by L into delta R. നമുക്ക് കാണേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ ടി ഓഫ് ആർ എന്താണെന്നുള്ളതാണ് ചോദ്യം. നമ്മളിവിടെ ഒരു ഡിഫറൻഷിയേഷന്റെ സംഗതി ഉപയോഗിക്കുന്നു. നമുക്ക് അറിയുന്ന സംഗതി തന്നെയാണ്, നിങ്ങളുടെ ഡിഫറൻഷിയേഷൻ പഠിച്ചിട്ടുണ്ടാവുന്ന മനസ്സിലാക്കുന്നത്. ഡി ടി ഓഫ് ഡി ആർ. ഡി ടി ഓഫ് ഡി ആർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ ആർ ടെൻസ് ടു 0. ഡിഫറൻഷിയേഷനിൽ ഒരു ഡെഫിനിഷൻ ആണ്, അതായത് ടെൻഷന്റെ ചേഞ്ച് വിത്ത് ആർ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെൻഷൻ വിത്ത് ആർ എന്നുള്ളത് പറഞ്ഞാൽ ശരിക്കും എന്താ വെച്ചാൽ ഈ ഡെൽറ്റ ആർ വളരെ സ്മാൾ ആക്കി കീപ്പ് ചെയ്തിട്ട് ഇതാണ് അതിന്റെ ഇക്വേഷൻ. ടി ഓഫ് ആർ പ്ലസ് ഡെൽറ്റ ആർ മൈനസ് ടി ഓഫ് ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ. ഇതാണ് ഡി ടി ബൈ ഡി ആർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്ത ഈ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞ സെക്ഷന്റെ ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞു. ശരിക്ക് ഡെൽറ്റ ആർ എപ്പോഴും ഏറ്റവും സ്മാളറാണ് നമ്മൾ എടുക്കുക. നമുക്ക് ഫിഗറിൽ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ വലുതാക്കി വരച്ചത്. ശരിക്കും ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ വളരെ സ്മാൾ സെക്ഷൻ ആണ്. അപ്പം ഡി ടി ബൈ ഡി ആർ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ആർ ടെൻസ് ടു 0 ടി ഓഫ് ആർ പ്ലസ് ഡെൽറ്റ ആർ മൈനസ് ടി ഓഫ് ആർ ബൈ ഡെൽറ്റ ആർ. അപ്പൊ നോക്കാം, ടി ഓഫ് ആർ പ്ലസ് ഡെൽറ്റ ആർ മൈനസ് ടി ഓഫ് ആർ ഈക്വൽ ടു ഇതാണെങ്കിൽ ടി ഓഫ് ആർ പ്ലസ് ഡെൽറ്റ ആർ മൈനസ് ടി ഓഫ് ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ബാക്കി ഈ ഭാഗം ഉണ്ടാവും. മൈനസ് എം ആർ ഒമേഗ സ്ക്വയർ ബൈ എൽ. അതാണ് ഡി ടി ബൈ ഡി ആർ എന്ന് പറഞ്ഞാൽ മൈനസ് എം ആർ ഒമേഗ സ്ക്വയർ ബൈ എൽ. ഇനി ഞാൻ പറഞ്ഞു ഇന്റഗ്രേഷൻ അപ്ലൈ ആണ്. ഡി ടി ബൈ ഡി ആർ ഇതാണെങ്കിൽ ഡി ടി ക്യാൻ ബി റിട്ടൺ ആസ്, ഡി ടി ബൈ ഡി ആർ ആണ് നമുക്ക് കിട്ടിയത്. ഡി ടി ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ബൈ എൽ ഇൻറ്റു ആർ ഡി ആർ എന്നതാണ്. കാരണം ഈ ഡി ആർ ഇങ്ങോട്ട് എടുത്തു. മൈനസ് ഒമേഗ സ്ക്വയർ ബൈ എൽ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ ആർ ഡി ആർ എഴുതാൻ, കാരണം ഈ ഇത് നമുക്കൊരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇന്റഗ്രേഷനിൽ കാര്യമായിട്ട് വരിക ഈ ആറും ഡി ആർ ആണ് നമ്മളുടെ ഇന്റഗ്രേഷനിലെ മെയിൻ കോമ്പണന്റ് വരിക. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പം മൈനസ് എം ഒമേഗ സ്ക്വയർ ബൈ എൽ ഇൻറ്റു ആർ ഡി ആർ. അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് T0 ടു ടി ഓഫ് ആർ. T0 എന്ന് പറഞ്ഞാൽ ടെൻഷൻ അറ്റ് ആർ ഈക്വൽ ടു 0, അതായത് നമ്മളെ സ്ട്രിങ്ങിന്റെ ഇവിടെ ഉണ്ടാവുന്ന ടെൻഷൻ ഏറ്റവും ഈ എൻഡിൽ ഇവിടെ എന്താണോ ടെൻഷൻ അതിനാണ് ടി ഓഫ് ആർ അറ്റ് 0 എന്ന്. അതെന്താണെന്നില്ല നമ്മൾ വാല്യൂ പിന്നെ പറയാം. അപ്പം ടി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഈ ആറ് 0 ആകുമ്പോൾ, ഇതാണ് ആറെങ്കിൽ ആറ് 0 ആകുമ്പോഴുള്ള ടെൻഷനാണ് ടി ഓഫ് ആർ നിന്ന് ഞാൻ ഡിനോട്ട് ചെയ്തത്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ T0 ടു ടി ഓഫ് ആർ dt ഈക്വൽ ടു, ഇവിടെ നമ്മളെ വേരിയബിൾ ആർ ആണ്. ഇപ്പൊ ടി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആറ് 0 ഉള്ളിടത്തെ ഇല്ല പോയിന്റിലെ ടെൻഷനാണ് T0 എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്റഗ്രേറ്റ് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും അത് കറസ്പോണ്ടിങ് ആയിരിക്കണം. 0 മുതലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, 0 മുതൽ 6 വരെ. ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്. ഇവിടെ ആറിന്റെ വാല്യൂ 0 ആണ്, അപ്പൊ ഇവിടെ 0 ഇടണം. ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എൽ ആർ ഡി ആർ. വേണമെങ്കിൽ T0 എന്താ നിങ്ങളെ സൈഡിൽ എഴുതി വെക്കുന്നൊന്നുണ്ടാവും. T0 ടെൻഷൻ അറ്റ് ആർ ഈക്വൽ ടു 0 ആണ് T0. ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി ആവും. അപ്പം ടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇതൊക്കെ സ്റ്റെപ്പ് എഴുതുന്നത്. നിങ്ങൾക്ക് ആൾറെഡി എക്സ്പേർട്ട് ആണെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പോയി എഴുതേണ്ട നിർബന്ധമൊന്നുമില്ല. T0 ടി ഓഫ് ആർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി ആവും. അതിന്റെ ലിമിറ്റ് T0 ടി ആർ വരിക. മൈനസ് എം
omega square by L എന്ന കോൺസ്റ്റന്റ്. പിന്നെ ആർ ഡി ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആർ സ്ക്വയർ ബൈ 2 ആണ്. നമ്മളെ ലിമിറ്റ് പറഞ്ഞാൽ 0 to r ആണ്. അപ്പൊ അപ്ലൈ ചെയ്യുക. ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ടി ഓഫ് ആർ മൈനസ് ടി 0 ഈക്വൽ ടു മൈനസ് എം ഒമേഗ സ്ക്വയർ ബൈ എൽ ആർ സ്ക്വയർ ബൈ 2 ആണ്. കാരണം ആറിന് 0 എടുത്താൽ പിന്നെ ഇത് 0 ആയി പോകും. അപ്പം മൈനസ് പിന്നെ വേറെ വാല്യൂ ഒന്നുമില്ല, 0 ആണ് വരിക. അപ്പം എൽ ആർ സ്ക്വയർ ബൈ 2 or t of r equal to t0 minus m omega square by 2l into r square. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. നമുക്ക് ഇതിലൊരു ചെറിയൊരു പിന്നെ സംഗതി കൂടി പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ നോക്കാം, എൻഡ് ഓഫ് ദി റോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ റോപ്പിന്റെ ഈ എൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റോപ്പ് എന്ന് പറഞ്ഞാൽ ആറിന്റെ വാല്യൂ ആർ ഈക്വൽ ടു എൽ ആണ്. മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ റോപ്പിന്റെ ഈ അറ്റം എന്ന് പറഞ്ഞാൽ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആർ വിൽ ബി ക്യാപിറ്റൽ എൽ ആണ്. ഈ എൻഡിന് നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഗ്രാവിറ്റി ഇല്ലാന്ന് പ്രത്യേകം പറഞ്ഞത്. ഇപ്പൊ ശരിക്കും ഔട്ടർ സ്പേസിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ അസ്യൂം ചെയ്യണം. ഈ ഒരു എൻഡ് പോയിന്റിൽ എന്തുണ്ടാവില്ല, ടെൻഷൻ 0 ആയിരിക്കും. നമ്മൾ നേരത്തെ റോപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഒരു റോപ്പിന്റെ അങ്ങേ അറ്റത്ത് എപ്പോഴും ടെൻഷൻ 0 ആയിരിക്കും. ഇവിടെ ഗ്രാവിറ്റിന്റെ എഫക്റ്റ് ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആ റോപ്പിന്റെ അങ്ങേ അറ്റം എന്താണ്, അവിടെ എന്തുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ ടെൻഷൻ അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി 0 ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്യാം. Since the end of the rope at r equal to L bracket is free. Since the end of the rope is free, end of the rope പറഞ്ഞാൽ r equal to L ലെടുത്ത് ഫ്രീ ആയതുകൊണ്ട് the tension there must be 0. At the end of the rope, that is at r equal to L is free, the tension must be 0. ഇങ്ങനെ ആവുമ്പോൾ therefore t of L, നമുക്ക് t of r എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇക്വേഷൻ നമ്പർ നിങ്ങൾ മുമ്പ് ഏതെങ്കിലും നമ്പർ ഇട്ട് അത് സെക്കൻഡ് ഇക്വേഷൻ ഇട്ടോളും. മുമ്പ് ഒന്ന് ഇട്ടിട്ടുള്ളൂ തോന്നുന്നു. അങ്ങനെയാണ് ഇക്വേഷൻ 2-ലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇക്വേഷൻ 2-ല് ടി ഓഫ് എൽ, ആറിന് പകരം എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത. അപ്പൊ ടി ഓഫ് എൽ വിൽ ബി ഈക്വൽ ടു എന്താ വരിക, t0 മൈനസ് എം ഒമേഗ സ്ക്വയർ ബൈ 2l, ആറിന് പകരം എൽ, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ. ദിസ് വിൽ ബി ഈക്വൽ ടു 0 ആണ്. കാരണം സിൻസ് ദി എൻഡ് ഓഫ് ദി റോപ്പ് ഈസ് ഫ്രീ, ദി ടെൻഷൻ ദർ മസ്റ്റ് ബി 0. ദാറ്റ് മീൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ദാറ്റ് ഈസ് ടി ഓഫ് എൽ ഈക്വൽ ടു 0. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ടി ഓഫ് എൽ 0 ആണ്. അപ്പൊ ടി ഓഫ് എൽ എന്താന്ന് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. ടി ഓഫ് എൽ വിൽ ബി ഈക്വൽ ടു t0 minus m omega square by 2l into l square equal to 0. That is equation എല്ലും ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു എൽ ആവും. t0 എന്താന്ന് എഴുതാം, t0 will be ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ബാക്കി കൊണ്ടുപോയാൽ t0 equal to half into m into omega square into l. t0 is half m omega square l.
therefore നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് പോവാം. T of R. T of 0 എന്താന്ന് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തത്. ഈ ഇക്വേഷനിൽ ശരിക്കും ഇത് അൺനോൺ ആയി നിൽക്കുകയാണ്. അപ്പൊ അൺനോൺ ക്വാണ്ടിറ്റി അവിടെ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തത്. T of R can be written as m omega square by 2l into നോക്കാം ഇവിടെ 2 m omega square by 2l ഇവിടെ ഉണ്ട് ആൾറെഡി ഈ ഇക്വേഷനിൽ. അപ്പം m omega square by 2l ആണ് നമ്മൾ കോമൺ ആക്കി എടുത്തത്. ഇവിടെ നോക്കാം, ഇവിടെ m omega square by 2 താഴെ l ഇല്ല. അപ്പൊ നമ്മൾ 2l ഇട്ടുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, l സ്ക്വയർ എഴുതണം. l സ്ക്വയർ ഇവിടെ മൈനസ് r സ്ക്വയർ വരും. നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മൾ ചോദ്യം കൃത്യമാണ്. വാട്ട് ഈസ് ടി ഓഫ് ആർ എന്നാണ് ചോദിച്ചത്. ടി ഓഫ് ആർ എന്താണെന്ന് നമുക്ക് കണ്ടത്, നമ്മൾ കണ്ടു. ഇതിൽ ഇനി അൺനോൺ ക്വാണ്ടിറ്റീസ് ഒന്നുമില്ല. ആറ് ഏത് ഡിസ്റ്റൻസിലാണ് കാണുന്നെങ്കിൽ r ഈക്വൽ ടു 5 മീറ്റർ 5 സെന്റിമീറ്റർ എന്നാണെങ്കിൽ ഇവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. l ടോട്ടൽ ലെങ്ത് 10 എന്നുണ്ടെങ്കിൽ 10 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ബാക്കി m നമുക്കറിയാം, l അറിയാം, ഒമേഗ അറിയാം. ഓക്കെ, ഒന്ന് ഇത്ര മതി തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.